الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. وإن يمسسك الله بضر فلا كاشف له إلا هو، وإن يمسسك بخير فهو على كل شيء قدير، وهو القاهر فوق عباده وهو الحكيم الخبير. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ധാരാളക്കണക്കായ അനുഗ്രഹങ്ങൾ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു അതൊക്കെയും ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിലെ
വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വിശ്വാസകാര്യമാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറയുന്നത്. ഖൈറും ശർറുമായ സകല കാര്യങ്ങളും ഏകനായ അല്ലാഹുവിന്റെ മാത്രം വിധിപ്രകാരം, അവന്റെ മാത്രം നിശ്ചയപ്രകാരം, അവന്റെ മാത്രം മശീഅത്തോടെയും ഇറാദത്തോടും കൂടിയാണ് സംഭവിക്കുന്നത് എന്ന വിശ്വാസം. ഈ വിശ്വാസം സത്യവിശ്വാസികളായ ആളുകളെ അവരുടെ ജീവിതത്തിൽ സഹായിക്കുകയും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നതിന്റെ അളവ് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനും അപ്പുറമാണ്. മനുഷ്യരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഖൈറാണ് പ്രതീക്ഷിക്കുന്നത്. ഷർറ് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാവുകയില്ല. മനുഷ്യ ജീവിതത്തിന് വിപുലമായ സ്വഭാവത്തിൽ ആവശ്യമുള്ള എല്ലാ നന്മകളെയും, എല്ലാ ഉപകാരങ്ങളെയും, എല്ലാ നേട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പദമാണ് ഖൈർ എന്ന് പറയുന്നത്. പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും ഖൈറുണ്ടാവണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസി സമൂഹം. നമ്മളൊരു ഹജ്ജ് സീസണിന്റെ സമാപനത്തിലാണ് ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ സാമാന്യം സവിസ്തരമായി ഹജ്ജിനെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ഹാജിമാർ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ കടന്നു വരുന്നതിനെ വളരെ വിശദമായി പരാമർശിച്ചു പോന്നതിന് ശേഷം അവരിങ്ങനെ അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ, അതിനും ശേഷമുള്ള ദിനങ്ങളിൽ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷവും അവർ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആനിലെ ആയാത്തുൽ ഹജ്ജിന്റെ സമാപനം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു കൂട്ടം മനുഷ്യരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഹാജിമാർക്ക് ബാധകമായതാണ്. ഹാജിമാരല്ലാത്ത സകല മനുഷ്യർക്കും ബാധകമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഫമാ ലഹും ഫിൽ ആഖിറതി മിൻ ഖലാഖ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, ദുനിയാവിൽ ഹസനത്ത് തരണമേ, ഖൈറ് തരണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നവർ. അവരുടെ കാര്യത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീർത്തു പറഞ്ഞു: അവർക്കൊരിക്കലും പരലോകത്ത് ഒരു നന്മയും ലഭിക്കുകയില്ല. അവർ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുകയും തേടുകയും ചെയ്തവരായതുകൊണ്ട് എന്നതാണ്. അതേസമയത്ത് അതിനുശേഷം വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതേസമയത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ അവർ അല്ലാഹുവിനോട്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മകൾ പ്രദാനം ചെയ്യണമേ, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മകൾ പ്രദാനം ചെയ്യണമേ, അതിന്റെ ഭാഗമായി നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ പ്രാർത്ഥനകൾ കബൂൽ ചെയ്യപ്പെടുമെന്ന്, അവരെന്താണോ ഈ ഭൂമിയിൽ സമ്പാദിച്ചു കൂട്ടിയത് സൽക്കർമ്മങ്ങൾ, അതിനൊത്ത നന്മകൾ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോ ദുനിയാവിലും ആഖിറത്തിലും നന്മ തേടുന്നവർ അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരുടെ കൂട്ടത്തിൽ നിന്ന് സവിശേഷമായി, പൊതുവിൽ വമിനൻ നാസി ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരാഗ്രഹിച്ചതും അവർ പ്രാർത്ഥിച്ചതും തേടിയതും ലഭ്യമാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഖൈർ എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ, ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഖൈറൈ അദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഖൈർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഖൈർ
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആണ് വന്നു ചേരുക. അത് അള്ളാഹുവിന്റെ മശീഅത്തോടെയും ഇറാദത്തോടു കൂടിയും മാത്രമാണ് വന്നു ചേരുക എന്ന വിശ്വാസം ഈമാനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കെ തന്നെ ഈമാൻ കാര്യങ്ങൾ നമ്മൾ എണ്ണുമ്പോൾ അതിൽ 6ാമത്തെ കാര്യമായി സവിശേഷമായി അത് പരാമർശിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആ വിശ്വാസത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളല്ല ഇപ്പോഴത്തെ വിഷയം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ടി ഖൈറിന് വേണ്ടിയുള്ള ഇറാദത്തുണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്: മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അപ്പൊ ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് വേണം ആർക്കെങ്കിലും കിട്ടാൻ. അങ്ങനെ അള്ളാഹുവിന്റെ ഇറാദത്തൊന്നുകൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഖൈർ അള്ളാഹു ആർക്കെങ്കിലും ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു അവനെ ദീനിൽ അവഗാഹമുള്ളവനാക്കി മാറ്റും, ദീനിൽ ഗ്രാഹ്യമുള്ളവനാക്കി മാറ്റും. അവൻ ദീനിൽ ഒരു ഫഖീഹായി അള്ളാഹു അവനെ മാറ്റിത്തീർക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വ ഇന്നമാ അന ഖാസിമുൻ, ഞാൻ ഇത് ഓഹരി വെക്കുന്നവൻ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ഖൈർ ഓഹരി വെക്കുന്നവൻ മാത്രമാണ്. അള്ളാഹു തന്നതുപോലെ, അള്ളാഹു നിശ്ചയിച്ചതുപോലെ അത് നിങ്ങൾക്കിടയിൽ പ്രസരിപ്പിക്കുന്നവൻ, വിതരണം ചെയ്യുന്നവൻ മാത്രമാണ് ഞാൻ. അതേ സമയത്ത് വല്ലാഹു യുഅ്തി, അള്ളാഹുവാണ് നൽകുന്നത്. അള്ളാഹു അറിഞ്ഞ് അവന്റെ മാത്രം ഇറാദത്തിനെയും മശീഅത്തിനെയും അവലംബിച്ച് നൽകപ്പെടുന്നതാണ് ഖൈർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ ബാക്കി വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമതൻ അലാ അംരില്ലാ, ഈ ഉമ്മത്ത് ഖൈറിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയിൽ അത് നിലകൊള്ളുക തന്നെ ചെയ്യും, നിലകൊണ്ടിരിക്കും. ലാ യദുറുഹും മൻ ഖാലഫഹും, ആരൊക്കെ അവരെതിർത്താലും അതൊന്നും അവരെ ബാധിക്കാൻ പോകുന്നില്ല, അതൊന്നും അവരെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നിറങ്ങുന്നത് വരെ, അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് അവൻ ദീനിൽ അവഗാഹം നൽകുകയും അള്ളാഹു നൽകിയിട്ടുള്ള ആ ദീനിലുള്ള അവഗാഹം, ദീനിലുള്ള ഇൽമ്, അറിവ്, ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മാത്രമായിട്ട് നൽകുന്ന ആ അറിവും ആ യോഗ്യതകളും വെച്ച് ഈ ഉമ്മത്ത് അന്ത്യനാൾ വരെ ഈ ഭൂമിയിൽ നിലകൊള്ളുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ ഈ ഹദീസ് ഉൾക്കൊള്ളുന്ന ഒരുപാട് ആശയങ്ങളും ഹുക്മുകളും ഉണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഏറ്റവും സവിശേഷമായ നിയമങ്ങളാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ ഭൂമിയിലേക്ക് ഖൈർ വർഷിക്കുന്നത്, മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലേക്ക് വർഷിക്കുന്നത് അള്ളാഹുവിന്റെ ഇറാദത്തൊന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഖൈർ ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അവലംബിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സവിശേഷമായി ഇത് പഠിപ്പിക്കുന്നു. രണ്ടാമത്തത്, അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം ദീനിലുള്ള അയാളുടെ ജ്ഞാനവും അവഗാഹവുമാണ് എന്ന് ഈ ഹദീസ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പഠിപ്പിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ സവിശേഷമായ ഒരു കാര്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നത്, അള്ളാഹു അങ്ങനെ നൽകുന്ന ദീനിലുള്ള അവഗാഹവും ജ്ഞാനവും കൊണ്ട് കുറെ ആളുകൾ ഈ സമുദായത്തിനകത്ത്, ഈ ഉമ്മത്തിനകത്ത് കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കും. അവരുടെ ഗരിമ കൊണ്ട്, അവരുടെ
സ്വാധീനം കൊണ്ട്, അവരുടെ നായകത്വം കൊണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ട് ഏത് കടുത്ത പ്രതിസന്ധികളെയും ഏത് കടുത്ത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഉമ്മത്ത് അന്ത്യനാൾ വരെ, അള്ളാഹുവിന്റെ ഒടുവിലത്തെ വിധിയും വന്നിറങ്ങുന്നത് വരെ, തീരുമാനം വന്നിറങ്ങുന്നത് വരെ ഈ ഉമ്മത്ത് ഈ ഭൂമിയിൽ നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന വലിയ പ്രതീക്ഷയുള്ള വർത്തമാനവും കൂടിയാണ് ഈ ഹദീസ് പങ്കുവെക്കുന്നത്. അപ്പൊ നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഖൈറുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോഴും പരസ്പരം ആശംസിക്കുന്നതും പരസ്പരം പ്രാർത്ഥിക്കുന്നതും സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഖൈറുണ്ടാകാൻ വേണ്ടിയാണ്. കുല്ലു ആമിൻ അൻതും ബിഖൈർ എന്നതാണ് തൊട്ടടുത്ത് കഴിഞ്ഞുപോയ പെരുന്നാളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ചിട്ടുള്ളത്. വർഷം മുഴുവൻ നിങ്ങൾ ഖൈറിലായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണത്. അതേപോലെ തന്നെ സാധാരണഗതിയിൽ തന്നെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഉപചാര വാക്കുകൾ അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ തുടങ്ങിയ ആശംസകളും പ്രാർത്ഥനകളുമാണ്. നമ്മൾക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവേ എല്ലാ ഖൈറിലേക്കും വഴി നടത്തേണമേ എന്നും എല്ലാ ശർറുകളിൽ നിന്നും കാവലേകണമേ എന്നുമുള്ള പ്രാർത്ഥനയും ആശംസയുമാണ് നമ്മളെപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഖൈർ എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ എങ്ങനെയൊക്കെയാണ് ഖൈറിനെ ഉപയോഗിച്ചിട്ടുള്ളത്, ഖൈർ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് എന്നത് പഠിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പല അർത്ഥങ്ങളിൽ ഏതാണ്ട് 173 തവണ ഖുർആനിൽ വന്നിട്ടുള്ള പദമാണ് ഖൈർ എന്ന പദം. ആ പദങ്ങളിൽ ഭൂരിഭാഗവും പല അർത്ഥങ്ങളിൽ 7-ലധികം അർത്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഖൈർ എന്ന പ്രയോഗം വന്നിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും മാലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖൈർ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കുറെ അധികം സ്ഥലങ്ങളിൽ ഖൈർ എന്ന പ്രയോഗം വന്നിട്ടുള്ളത് അതുകൊണ്ടുള്ള അർത്ഥം അൽമാൽ, സമ്പത്ത് എന്നതാകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഖൈർ എന്നുള്ള നിലക്ക് സമ്പത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അതിനുള്ള വഴി? നമുക്ക് ഖൈർ ഏത് വഴിക്കാണ് കിട്ടുക? സമ്പത്ത് തന്നെ, നമ്മൾ സാമ്പത്തികമായിട്ട് തന്നെ സെറ്റിൽഡ് ആകാനുള്ള അല്ലെങ്കിൽ സുസ്ഥിരമാകാനുള്ള മാർഗം എന്താണ്? അതിനുള്ള ഒരു വഴി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ദീനിൽ അവഗാഹമുണ്ടാവുക എന്നത് നമുക്ക് അള്ളാഹു ഖൈർ സമ്മാനിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഹദീസ് അനുസരിച്ച്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഖൈർ എന്നത് അൽ മാലു വസിഹത്തുൽ ജിസ്ം എന്ന അർത്ഥത്തിൽ, മാല് മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, ശരീരത്തിന്റെ ആരോഗ്യം എന്ന അർത്ഥത്തിൽ ഖൈർ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഭവങ്ങൾ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അതിന് അങ്ങനെ മാത്രമായി ഖൈർ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ആ പ്രയോഗത്തിന്റെ ആ അർത്ഥങ്ങളെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലേക്ക് കൊണ്ടുവന്നാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ എന്ന ഹദീസിനെ നമുക്ക് അള്ളാഹു ആർക്കെങ്കിലും സമ്പത്ത് നൽകാൻ ഉദ്ദേശിച്ചത് എന്നും അതല്ലെങ്കിൽ അള്ളാഹു ആർക്കെങ്കിലും സമ്പത്തും ആരോഗ്യവും നൽകാൻ ഉദ്ദേശിച്ചാൽ എന്നും ഒക്കെ അർത്ഥം വെച്ച് അതിന്റെ ബാക്കി അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം അയാൾക്ക് ദീനിൽ അവഗാഹമുണ്ടാവുക എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഖൈർ എന്നത് സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുവാൻ വിശുദ്ധ ഖുർആനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഖൈർ എന്ന പ്രയോഗമുണ്ട്. അങ്ങനെ ധാരാളം അർത്ഥങ്ങളിൽ ഭൗതികമായും പാരത്രികമായും മനുഷ്യന് ജീവിതത്തിൽ വലിയ വിജയങ്ങളും സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്ന, അതിന് കാരണമാകുന്ന പലതിനെ കുറിച്ചുമുള്ള പ്രയോഗമാണ് ഖൈർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന് ഇഹപര ജീവിതങ്ങളിൽ ആവശ്യമായ എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും
പ്രതിനിധീകരിക്കുന്ന ഒരു പദമാണ് ഖൈർ എന്ന് പറയുന്നത്. ഈ ഹദീസിൽ ഖൈറിന്റെ പ്രയോഗത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഖൈർ അള്ളാഹു ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ എന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗമല്ല ഹദീസിലുള്ളത്. അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം, അറബി ഭാഷയിൽ നെക്കിറയായ ഇസ്മുകൾക്ക്, നാമങ്ങൾക്ക് നെക്കിറയായ പ്രയോഗവും മഅരിഫയായ പ്രയോഗവുമുണ്ട്. എല്ലാ ഭാഷകളിലും അത്തരത്തിലുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഡെഫിനിറ്റ് നൗണും ഇൻഡെഫിനിറ്റ് നൗണും നമ്മൾ സാധാരണ പരിചയപ്പെടുന്ന കാര്യമാണ്. ഡെഫിനിറ്റ് ആയിട്ട് മഅരിഫയായിട്ട് ഒരു പദം പ്രയോഗിച്ചാൽ അതിനൊരു സവിശേഷമായ അർത്ഥത്തിലേക്ക് അത് പരിമിതപ്പെടുമെന്നാണ്. അതേസമയത്ത് അറബി ഭാഷാ നിയമങ്ങളിലെ പൊതുവായ ഒരു ഖാഇദ എന്ന് പറയുന്നത് ഒരു പദം നെക്കിറയായി ഇൻഡെഫിനിറ്റായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രതിനിധീകരിക്കാൻ സാധ്യതയുള്ള എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമായിരിക്കും എന്നതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മൻ യുരിദില്ലാഹു ബിഹിൽ ഖൈറ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഏത് വിധേനയുള്ള ഏത് തരത്തിലുള്ള ഖൈറ്, നന്മ, അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരാൾക്ക് ഉദ്ദേശിച്ചാലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സൂചന, അതിലേക്ക് വഴിതെളിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ദീനിലുള്ള ജ്ഞാനവും അവഗാഹവുമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമതായി ആ ജ്ഞാനം അല്ലാഹു മാത്രം തീരുമാനിച്ച് നൽകുന്നതാണ്. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ ഇൽമിന്റെ വിതരണക്കാരൻ, സപ്ലയർ മാത്രമാണ്. ആ ഇൽമ്, അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സോഴ്സ് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങി നമുക്ക് വിതരണം ചെയ്തു തന്നിട്ടുള്ളത്, നമുക്ക് സപ്ലൈ ചെയ്തു തന്നിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖൈറിന്റെ അടിസ്ഥാന ഉറവിടമായ ആ ഇൽമ്, ആ തഫഖുഹ്, ആ ദീനിലുള്ള അവഗാഹം, അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. റസൂലിന് പോലും അതിനപ്പുറത്തേക്ക് ഈ ഖൈർ ആരിലേക്കാണ് പ്രസരിപ്പിക്കേണ്ടത്, ഈ ജ്ഞാനത്തിലൂടെയും ഈ അവഗാഹത്തിലൂടെയും ആരൊക്കെയാണ് ഖൈറിന് ഉടമകളാകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരമില്ല എന്നാണ്. ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ദീനിലുള്ള ഈ അറിവും ജ്ഞാനവും അവഗാഹവുമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് വ്യക്തികൾ, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇൽമ് നേടാനുള്ള, ദീനിൽ അവഗാഹം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഖൈർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാന്റെ മാത്രം ഇറാദത്ത് കൊണ്ട് നമുക്ക് ലഭ്യമാകേണ്ടുന്ന ഖൈർ യഥാർത്ഥത്തിൽ നമ്മൾ കാക്ഷിക്കേണ്ടുന്ന, തേടേണ്ടുന്ന മാർഗം ദീനിന്റെ ജ്ഞാന വഴികളാണ്, ദീനിനെ കുറിച്ചുള്ള അറിവിന്റെ മാർഗങ്ങളാണ്, ദീനിനെ കുറിച്ചുള്ള, ദീനിലുള്ള അവഗാഹം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിന്റെ മാർഗമാണ്. ജീവിതത്തിൽ ഖൈറുണ്ടായി തീരാനുള്ള മാർഗം എന്ന സവിശേഷമായ സൂചന ഈ ഹദീസ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ ഹദീസിനെ, അതിന്റെ പ്രയോഗങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങളിലേക്ക് ചേർത്ത് വായിച്ചാൽ വളരെ വിശാലമായ അർത്ഥത്തിൽ ഇഹപര ജീവിതങ്ങളിൽ നമ്മുടെ സകല വിജയത്തിന്റെയും ഒരടിസ്ഥാനം എങ്ങനെയാണ് ഇതുവഴി വന്നു ചേരുക എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് വ്യക്തികൾ എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിം പുരുഷന്റെയും സ്ത്രീയുടെയും മേലും ഫർളാക്കപ്പെട്ട കാര്യമാണ് ത്വലബുൽ ഇൽം, വിദ്യ, ഇൽമ് തേടുക എന്ന് പറയുന്നത്. അതിന് പ്രായഭേദങ്ങളില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ദീനിൽ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക, അതിന് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെയും അതല്ലാത്ത മാർഗങ്ങളും സ്വീകരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുള്ളതാണ്. അതിനപ്പുറം നമ്മൾ ജീവിതത്തിൽ വിജയങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അനിവാര്യമായും അവലംബിക്കേണ്ട
അവലംബിക്കേണ്ടുന്ന ഒരു മാർഗം ജ്ഞാനത്തിന്റെ മാർഗമാണ് എന്ന് സവിശേഷമായി മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇൽമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, മനുഷ്യ ജീവിതത്തിന് അള്ളാഹു സമ്മാനിച്ചിട്ടുള്ള വിജയ സൗഭാഗ്യങ്ങളുടെ വഴി, മാർഗദർശനം എന്നുള്ള നിലക്ക്, അതിന്റെ സോഴ്സ് എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ അത് ആദ്യമായി വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഇൽമിനെക്കുറിച്ചും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് നമുക്ക് ഈ ഹദീസ് കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ ഖൈറിന്റെയും കേദാരം, ഉറവിടം ഇൽമായതുകൊണ്ടും ദീനിലുള്ള അവഗാഹമായതുകൊണ്ടും അതിന് സ്വീകരിക്കേണ്ടുന്ന മാർഗമാണ് എഴുത്തും വായനയും എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ വേറെന്ത് ചെയ്യുന്നതിനും മുമ്പ് നിങ്ങൾ അവലംബിക്കേണ്ടുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇതാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ജ്ഞാന സമ്പാദനത്തിന്റെ മാർഗത്തിൽ, കേവല ഉപരിപ്ലവമായ ജ്ഞാന സമ്പാദനത്തിന്റെ മാർഗത്തിലല്ല, അതിനപ്പുറത്ത് ദീനിൽ അവഗാഹം നേടിയെടുക്കാനുള്ള ഔപചാരിക ശ്രമങ്ങളുടെയും അനൗപചാരിക ശ്രമങ്ങളുടെയും ഭാഗമാകാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മൾ പുതിയ ഒരു അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ മക്കൾ അവരുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ വർഷം എല്ലാ തലങ്ങളിലും, ചെറിയ ക്ലാസുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം അത്തരം ഒരു ഘട്ടത്തിലേക്ക്, ഒരു പുതിയ അക്കാദമിക വർഷത്തിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ജ്ഞാനസമ്പാദനത്തെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ആലോചനകൾ ഉണ്ടാവുകയും ബോധ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണിത് എന്നുള്ള നിലക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ ഈ ഒരു ഹദീസിനെ ഈ സന്ദർഭത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്ഞാന സമ്പാദനത്തിന്റെ മാർഗത്തിൽ, ദീനിൽ അവഗാഹം നേടുന്ന മാർഗത്തിൽ സ്വയം സമർപ്പിക്കുവാൻ, ആ മാർഗത്തിലുള്ള മുന്നോട്ടുപോക്കിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴി എളുപ്പമാക്കാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിൽ തഖ്വ പുലർത്തണമെന്ന്, അതിന്റെ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുതിയ ഒരു അക്കാദമിക വർഷത്തിന്റെ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ, വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ചാരെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി കൂടിയാണ്. ഈ പള്ളിയിലെ സ്ഥിരം സന്ദർശകർ, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി ആരാധനക്കെത്തുന്നവർ വലിയ ഒരു വിഭാഗം ഈ വലിയ വിജ്ഞാന ഗോപുരത്തിൽ ദീനീ വിജ്ഞാനം തേടി വന്നു ചേർന്നിട്ടുള്ള വിദ്യാർത്ഥിനികളാണ്. പുതിയൊരു അക്കാദമിക വർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു വലിയ സംഘം വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ദീനീ വിജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി അൽജാമിയയുടെ കവാടങ്ങൾ കടന്ന് വന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ വെളിച്ചത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം, അവർക്കുള്ള ആശംസകൾ നേരുന്നതോടൊപ്പം, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ആ കവാടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറ് ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ന്യായമായും പ്രതീക്ഷിക്കുകയും ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്യാവുന്ന വാതിലുകൾ ചവിട്ടിയാണ്, ഗേറ്റ് കടന്നാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഈ
അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ, അള്ളാഹു നിങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചതിന്റെ ഈ ആദ്യ സൂചനകളെ സഫലീകരിക്കാൻ, അതിനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടുന്ന എല്ലാ ഖൈറും ആ ഖൈറിലേക്കുള്ള കവാടങ്ങൾ കടന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന ആത്മവിശ്വാസം പുലർത്തുക, എന്ന ധൈര്യം പുലർത്തുക. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുവാൻ സന്നദ്ധമാവുക. പുതുതായി വന്നു ചേർത്തിട്ടുള്ള വിദ്യാർത്ഥിനികളെയും അതുപോലെ തന്നെ നിലവിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന അവരും പുതിയൊരധ്യയന വർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാനിരിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ അനുഗ്രഹങ്ങളുടെയും പ്രാധാന്യമറിഞ്ഞ് അതിന്റെ മർമ്മമറിഞ്ഞ് പെരുമാറാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്നീ സന്ദർഭത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാന സമ്പാദന മാർഗത്തിൽ മുഴുകുവാൻ, അതിൽ വിജയം കണ്ടെത്താൻ, അങ്ങനെ ദീനിൽ അവഗാഹം നേടിയെടുക്കാൻ, അതുവഴി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഖൈറുകളൊക്കെയും ജീവിതത്തിലേക്ക് തുറന്നെടുക്കാൻ സഹായിക്കുമാറാകട്ടെ. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെയും അതല്ലാത്ത സംവിധാനങ്ങളിലൂടെയും ഒക്കെ ആ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ എന്നീ സന്ദർഭത്തിൽ സവിശേഷമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാന വമഅവാഹും അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വവാലിദീനാ മിനൻ നാർ അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ വശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ റബ്ബനാ ഇന്നനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعزنا بالإسلام وأعز الإسلام بنا اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المظلومين المستضعفين في كل مكان في العالم يا رب العالمين اللهم كن لهم ولا تكن عليهم اللهم انصرهم واهزم أعداءهم اللهم إن أعداءهم قد طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين اللهم اجعل كيدهم في تضليل اللهم اجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فاجعلهم كعصف مأكول اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.